വല്ല കാരണവശാലും അത് നിങ്ങളുടെ തെറ്റുമുഖേന മുന്നോട്ട് പോയാലോ സലാം പറയൽ മുടങ്ങാൻ പാടില്ല, അത് നടന്നുകൊണ്ടേയിരിക്കണം. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പ്രവാചകനെ കാണാൻ വരികയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിലെ ഏറ്റവും നല്ല പണികൾ എന്താ, ഇസ്ലാമിലെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഒന്നാമത്തെ മറുപടി തുതിഅമു തആം, ഭക്ഷണം കൊടുക്കലാണ്, നേരത്തെ പറഞ്ഞ വിഷയം. പിന്നെയോ വതഖറഉസ്സലാം, നീ സലാം പറയണം. ആരോട്? അലാ മൻ അറഫ്ത, നീ അറിയുന്നവനോടും, വഅലാ മൻ ലം തഅരിഫ്, നീ അറിയാത്തവനോടും. എന്താ അതിന്റെ അർത്ഥം? അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറയാന്ന് പറഞ്ഞാൽ എന്താ? അലിയാക്കാട് സലാം പറയും, അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും പരിചയമുള്ള മുസ്ലിമിനോട് സലാം പറയും. വേറൊരു മുസ്ലിം വന്നു, ആ മുസ്ലിം ഈ നാട്ടുകാരനല്ല, ഞാൻ അവന് പരിചയമില്ല, അതോട് സലാം പറയൂല, അത് പറ്റൂല. മുസ്ലിമാണോ മനസ്സിലായോ സലാം പറയണം. എത്രത്തോളം ഒരു സദസ്സിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നു, അവിടെ മുസ്ലിങ്ങളുണ്ട് അമുസ്ലിങ്ങളുണ്ട്, രണ്ടും ഉണ്ടെന്ന് വെക്കുക, സലാം പറഞ്ഞേ കയറി ചെല്ലാവൂ. എന്നാൽ ഒരു പൊതു നിയമമുണ്ട് ഇസ്ലാമിന്റെ, എന്ത്? ലാ തുഖദ്ദിമുൽ യഹൂദ വന്നസ്വാറാ ബിസ്സലാം, ജൂത ക്രിസ്ത്യാനികളോട് നിങ്ങൾ സലാം കൊണ്ട് അങ്ങോട്ട് തുടങ്ങരുത്, അത്രേ ഉള്ളൂ. എന്നാൽ ജൂതനും ക്രിസ്ത്യാനിയും ഇരിക്കുന്ന ഒരു സദസ്സ്, അതിലൊരു മുസ്ലിം ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ് കയറി ചെല്ലാൻ നമുക്ക് സാധിക്കണം. കാരണം വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, പരസ്പരം സ്നേഹം പങ്കുവെക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. എത്ര തമ്മിൽ തെറ്റിയവനെയും എത്ര അകന്നു പോയവരെയും അടുപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയം. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, സംസാരങ്ങൾ ഉണ്ടാകാറുണ്ട്, വിഷയങ്ങൾ കടന്നു വരാറുണ്ട്. ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പിടിച്ച് നിൽക്കുക, ഭയങ്കര ഭാഷയോട് ഓളിങ്ങിട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുക, ഞാൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ ഭർത്താവിന്റെ മുമ്പിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞൊരു ഭാര്യ കയറി വന്നാൽ ചിലപ്പോ ഒരു സെക്കൻഡ് മുമ്പുണ്ടായിരുന്ന ആവേശക്കണ് പോവും. അത് ഇസ്ലാമിന്റെ ഒരു നിയമമായതുകൊണ്ടാണ്, അല്ലാഹ് വെച്ചൊരു സംവിധാനമായതുകൊണ്ടാണ്. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് ഉമ്മാർ നിൽക്കുന്നതാണ്, വടിയൊക്കെ പിടിച്ചിട്ട് മക്കളെ കാത്തു നിൽക്കുക, ഇട്ട് വരട്ടെ. ആ മകൻ ചെന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു ഉമ്മാനെ ഉമ്മയ്ക്ക് എന്നാലോ അമ്മ വടി താൻ അവിടെ ഇടും. കാരണം മനുഷ്യ മനസ്സുകളിൽ സ്നേഹം ഇട്ടുകൊടുക്കുന്ന, ബന്ധം ശക്തമാക്കുന്ന വലിയൊരു പദമാണ് അസ്സലാമു അലൈക്കും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ ആരും സ്വർഗത്തിലേക്കില്ല. ഏതുവരെ? ഹത്താ തുഅ്മിനു, വിശ്വാസികളാകുന്നതുവരെ. വലൻ തുഅ്മിനു, വിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ തഹാബു, പരസ്പരം സ്നേഹിക്കുന്നതുവരെ. പരസ്പരം സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തുവാനോ വിശ്വാസികളാകുവാനോ സാധ്യമല്ല. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, അലാ അദുല്ലുക്കും, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും ബൈനക്കും, അത് നിങ്ങൾ ചെയ്താൽ പരസ്പരം സ്നേഹിക്കാൻ സാധിക്കും. സ്വഹാബത്ത് പറഞ്ഞു, ശരി റസൂലേ, പറഞ്ഞു തരൂ, ഏതാണ് ആ പ്രവർത്തനം? പ്രവാചകൻ പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, സലാം വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുക, സലാം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, എല്ലാവരോടും പറയുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹമുണ്ടാകും. അത് നിങ്ങളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തും, അതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തുവാനും സാധിക്കും. അതുകൊണ്ട് ആ ഒരു ചര്യ, ആ ഒരു ഇസ്ലാമിന്റെ നിയമം നമ്മൾ നടപ്പിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, അതിലൂടെ അനുഗ്രഹം ഉണ്ടാകും. അതിലൂടെ എത്രത്തോളം എന്നറിയോ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് പ്രവാചകൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ബുനയ്യ, മോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ ഫസല്ലിം, നീ സലാം പറയണം. കുടുംബത്തിലേക്ക് ചെന്നാൽ സലാം പറയണം. യകുൻ ബറകതൻ അലൈക, അത് നിനക്കും അനുഗ്രഹമാണ്. വഅലാ അഹ്ലി ബൈതിക, നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ഇത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരെ കണ്ടാൽ സലാം പറയും, അന്യ ആളുകളെ കണ്ടാൽ സലാം പറയും, ഉസ്താദിനെ കണ്ടാൽ സലാം പറയും. വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോ മകനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാറില്ല. അല്ലെങ്കിൽ മകൻ വാപ്പാൻ അങ്ങോട്ട് കാണുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാറില്ല. അതിന്റെ അർത്ഥം എന്താ? നാട്ടുകാർക്ക് മുഴുവൻ അനുഗ്രഹം ഉണ്ടാകട്ടെ, എന്റെ വാപ്പാക്ക് വേണ്ടെന്നാണോ? നാട്ടുകാർക്കൊക്കെ ഖൈറും ബർക്കത്തും ഉണ്ടാകട്ടെ, എന്റെ മക്കൾക്ക് വേണ്ട എന്നാണോ? ഭാര്യയും ഭർത്താവും തമ്മിൽ സലാം പറയാൻ മടി, എന്തോ ഒരു കുറച്ചിൽ പോലെ, എന്തോ ഒരു ലജ്ജ പോലെ. എന്റെ ആവശ്യമില്ല. ഇസ്ലാമിന്റെ വിഷയത്തിൽ, ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ലജ്ജന്റെ ആവശ്യമില്ല, അത് പാടില്ല. അത് സലാം പറയുന്ന വിഷയത്തിൽ മാത്രമല്ല. ഇപ്പൊ ഞാൻ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഞാൻ പൊതുവെ പറയും,
കൂട്ടുകാരൊക്കെ എടുത്തുണ്ടാവും, ചിലപ്പോൾ അവർ ഇർഹമുക്കല്ലാഹ് എന്ന് പറയും. വാപ്പാന്റെ മുന്നിൽ തുമ്മിയാൽ ഞാൻ ഉറക്ക അൽഹംദുലില്ലാഹ് എന്ന് പറയൂല. കാരണം വാപ്പങ്ങാനും ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാലോ എന്നാ ബേജാറ്. അല്ലെങ്കിൽ വാപ്പ തുമ്മിയ വാപ്പ മകന്റെ മുമ്പൊന്നും ഉറക്ക പറയൂല എന്ത് അൽഹംദുലില്ലാഹ് എന്ന്. കാരണം മോനെ തിരിച്ചു പറയും. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വീണ്ടും തിരിച്ചു പറയണം. വാപ്പയും മോനും നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇടങ്ങറ് പോലെ. ഇതൊരു പ്രാർത്ഥനയല്ലേ സുഹൃത്തുക്കളെ? ഇനി ചിലവരിന് അൽഹംദുലില്ലാഹ് എന്ന് തുമ്മിയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇടങ്ങറല്ലേ എന്ന് കരുതിയിട്ട് ആ തുമ്മലിനെ പുറത്തേക്ക് ഒരാളുടെ മൂക്കൊണ്ട് പൊത്തി പിടിക്കല. അങ്ങനെ ചെയ്യാറുണ്ട് ആളുകൾ. അതിനൊന്നും ആവശ്യമില്ല. ഇസ്ലാം ദീൻ സുതാര്യമാണ്. എവിടെയും എല്ലാവരോടും ഒരേപോലെ ഉപയോഗിക്കാം. വാപ്പാടും ഉമ്മാടും മകനോടും ഭാര്യയോടും നാട്ടുകാരോടും അയൽവാസിയോടും എല്ലാവരോടും ഒരേപോലെ. കാരണം അതിൽ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് നാട്ടുകാർക്ക് മാത്രമല്ല നമ്മൾക്കുണ്ടാകട്ടെ, വാപ്പാക്കുണ്ടാകട്ടെ, മക്കൾക്കും ഉണ്ടാകട്ടെ, ഭാര്യയ്ക്കും ഉണ്ടാകട്ടെ. അതുകൊണ്ട് നീ വീട്ടിൽ പ്രവേശിച്ചാൽ സലാം പറയണം. അത് നിനക്കും നിന്റെ കുടുംബത്തിനും ബർക്കത്താണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറയാ 10 എന്ന് പറഞ്ഞു. 10. അടുത്ത ആള് കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു 20 എന്ന് പറഞ്ഞു. മൂന്നാമതൊരാൾ കയറി എന്ന് പറയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ പറഞ്ഞു 30. സ്വഹാബികൾക്ക് മനസ്സിലായില്ല. അതിങ്ങനെ 10, 20, 30 എന്ന് പറഞ്ഞ എന്താ റസൂലെ നിങ്ങൾ ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞത് ശേഷം പറഞ്ഞത് എന്താ? പ്രവാചകൻ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആൾക്ക് 10 പ്രതിഫലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞവന് 20 പ്രതിഫലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞവന് 30 പ്രതിഫലം. എത്ര പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഫോൺ വിളിച്ചാൽ പോലും സലാം പറയാൻ മടി കാണിക്കുന്ന, നേരിൽ കണ്ടാൽ സലാം പറയാനും മടി കാണിക്കുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. കാരണം വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഒരു ഹദീസിൽ കാണാം ഇദാ ലഖിയ അഹദുക്കും നിങ്ങൾ കണ്ടുമുട്ടുകയാണ്. ആരെ? അഖാഹു തന്റെ സഹോദരനെ. ഫൽയുസല്ലിം അലൈഹി സലാം പറയണം. അങ്ങനെ രണ്ടാളും സലാം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവുക. പോകുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരു മരം വന്നു. മരം ഇങ്ങോട്ട് വരികയല്ല, പോകുമ്പോൾ ഇടയ്ക്ക് ഒരു മരം മുമ്പിലുണ്ടായി. ഔ ജിദാറ അല്ലെങ്കിൽ ഒരു ചുമര്, ഒരു മതിൽ, ഒരു തൂണ് തടസ്സമായി വന്നു. ഔ ഹജറുൻ അല്ലെങ്കിൽ വലിയൊരു കല്ല് തടസ്സമായി വന്നു. അപ്പൊ എന്താ ഉണ്ടാകുക? ഒരാൾ ഇപ്പുറത്തൂടെ പോകും, ഒരാൾ ഇപ്പുറത്തൂടെ പോകും ആണല്ലോ. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കണ്ടുമുട്ടിയാൽ ഫൽയുസല്ലിം അലൈഹി സലാം പറയണം. ഞാൻ അപ്പം അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നല്ല, നേരത്തെ പറഞ്ഞില്ലേന്നല്ല. സംസാരിച്ചു കൊണ്ടിരിക്കെ സലാം പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ മുമ്പിൽ കല്ലോ മതിലോ മരമോ തടസ്സമായി വന്ന് ഒരാൾ അപ്പുറത്തുകൂടെയും ഒരാൾ ഇപ്പുറത്തുകൂടെയും പോകേണ്ടി വന്നാൽ പിന്നെ കണ്ടാൽ അസ്സലാമു അലൈക്കും. അപ്പൊ എത്രമാത്രം ഗൗരവമുണ്ട്. ഇനി വേറൊരു ഹദീസും വേണ്ട. എന്നിട്ട് നമ്മൾ ഒഴിവാക്കുന്നു എങ്കിൽ, എന്നിട്ട് നമ്മൾ വാപ്പയോട് സലാം പറയാൻ മടിയാണ് എങ്കിൽ അത് വളരെ മോശമായ പ്രവർത്തനമാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാ, പ്രവാചകൻ ഞങ്ങളോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. അത് വേറെ ഖുതുബ പറയേണ്ട വിഷയം, ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കാം. അതിൽ ഒന്ന് ഇഫ്ശാഉസ്സലാം. ഇഫ്ശാഉസ്സലാം, സലാം പ്രചരിപ്പിക്കലാണ്. സഹോദരന്മാരെ, സലാം എന്ന പദം എന്താ അതിന്റെ അർത്ഥം? സമാധാനം ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. അള്ളാന്റെ പേരിൽ ഒന്നാണത്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം. അള്ളാന്റെ പേര് അസ്സലാം. പിന്നെയോ സ്വർഗത്തിന്റെ പേരാണ് ലഹും ദാറുസ്സലാം, സമാധാനത്തിന്റെ രക്ഷയുടെ ഭവനം. ഖിയാമത്ത് നാളിൽ സത്യവിശ്വാസികളെ അല്ലാഹ് എങ്ങനെ ആനയിക്കുന്നത്? തഹയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. സലാം എന്ന് പറഞ്ഞിട്ടാണ് ഖിയാമത്ത് നാളിൽ അവർ ആനയിക്കുന്നത്. പിന്നെയോ മലക്കുകളും വിളിച്ചു പറയും വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും. സ്വർഗ്ഗത്തിലെ ഓരോ കവാടങ്ങളിലും മലക്കുകൾ അവരൊക്കെ പറയും സലാം സലാം സലാം. സ്വർഗ്ഗക്കാർ തമ്മിൽ കാണുമ്പോഴോ വയസ്മഊന ഫീഹാ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സ്വർഗ്ഗക്കാർ തമ്മിൽ കണ്ടാലും അവിടെ വ്യാജമായ മോശമായ വർത്തമാനങ്ങളൊന്നുമില്ല. അവിടെയും ഇല്ലാം സലഖീലൻ സലാമൻ സലാമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ
ഈ പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഇത് വെറുതെ കേൾക്കാനോ പറയാനോ ഉള്ളതല്ല, ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചര്യകളെല്ലാം ഗൗരവവും പ്രാധാന്യം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ പദവികൾ ഉയർത്തുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം. ആളുകൾ ഉറങ്ങവേ രാത്രിയിൽ നമസ്കരിക്കുന്ന ആളുകൾ. തഹജ്ജുദ് നമസ്കാരത്തെ സംബന്ധിച്ചും ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള പരാമർശമാണ് അവിടെ വരുന്നത്. ആ വിഷയം മാത്രമായി നമ്മളൊരു ഖുതുബ തന്നെ ഇവിടെ നിർവഹിച്ചതാണ്. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം നിർബന്ധം കഴിഞ്ഞാൽ പിന്നെ സ്വലാത്തുൽ ലൈൽ. അത് നമ്മളെ കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ സാധിക്കുക അങ്ങനെ ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് ഇശാ നമസ്കാര ശേഷം ഒരു റക്അത്ത് വിത്റായി നമസ്കരിക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കഴിയും, ആവേശമാണ് എങ്കിൽ ആ സമയം ഒഴിവാക്കി നമ്മൾ നമസ്കാരം കഴിഞ്ഞു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നതിന് മുമ്പേ നമസ്കരിച്ച് കിടന്നുറങ്ങുക. അല്ല, ഒന്നുകൂടി കഴിയും എന്നതിനേക്കാണോ നമ്മൾ അല്പം ഉറങ്ങി ഏതാണ്ട് രാത്രിയുടെ 2 കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് എണീറ്റ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരു അല്പസമയം നമ്മൾ ഉപയോഗപ്പെടുത്താം. നമ്മുടെ നിത്യജീവിതത്തിലെ ആരോഗ്യവും സമ്പത്തും ശാരീരികവും എല്ലാ നിയാമത്തുകളും കനിഞ്ഞരുളിയ ആ അല്ലാഹു തആലയുടെ മുമ്പിൽ കരയാനും പറയാനും തന്റെ മനസ്സ് തുറക്കാനും തന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും തന്റെ പാപങ്ങൾ ഏറ്റുപറയാനും ഇത്ര നല്ല സുന്ദരമായ ഒരു സമയം വേറില്ല. അധികമൊന്നും വേണ്ട. സുബഹിന്റെ മുമ്പ് ഒരു അരമണിക്കൂർ, ഇപ്പൊ 5:06, 5:07 സുബഹി ബാങ്ക്. ഒരു 4:30, 4:15 എണീറ്റാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് പറയാൻ, സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. എത്രത്തോളം അറിയോ? പ്രവാചകൻ സുജൂദിൽ നമ്മൾ സാധാരണ നൃത്തത്തിൽ ഖുർആൻ ഓതാറുണ്ട്, സുദീർഘമായ ഓത്ത്, അത്രയും സുജൂദിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാറുണ്ടായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനാണ് കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടക്കുന്നത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, പാതിരാ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകൾ എന്ന് അല്ലാഹു മുത്തഖീങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാർ ആരാം? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, സുജൂദിലും ഖിയാമിലും നൃത്തത്തിലും സുജൂദിലുമായി കൊണ്ട് രാത്രി കഴിച്ചുകൂട്ടുന്ന ആളുകൾ അവരാണ് ഇബാദുർ റഹ്മാൻ. സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചത് പല ആളുകൾക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആളുകൾ ആരാണെന്ന് പറയുന്നുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, റബ്ബിനെ ശിക്ഷ പേടിച്ചും റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചും കിടപ്പറകളിൽ നിന്ന് പാർശ്വം വിട്ടകലുന്ന ആളുകൾ അരമണിക്കൂറിന് വേണ്ടി നമ്മൾ ചെയ്താൽ മതി. വിശ്വാസം പറഞ്ഞല്ലോ, അള്ളാഹ് നോക്കി ചിരിക്കും ചില ആളുകളിലേക്ക്. അള്ളാഹ്ക്ക് വലിയ സന്തോഷമാണ് അവരെ. ആരെക്കുറിച്ച്? നല്ല സുന്ദരിയായ ഭാര്യയും സുന്ദരമായ വിരിപ്പും ഉണ്ടായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി എണീറ്റ് നമസ്കരിക്കുന്ന ആളുകൾ, അവരെ കാണുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അവരിലേക്ക് നോക്കി അള്ളാഹു ചിരിക്കുമെന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പൊ ഇത്രയും പ്രാധാന്യമുള്ള ആ ഒരു കർമ്മം, അതിലൂടെ പടച്ചു തമ്പുരാൻ നമ്മുടെ സ്ഥാനത്തെ ഉയർത്തുകയാണ്. റബ്ബ് അവന്റെ അടുത്ത് നമുക്ക് പദവി നൽകുകയാണ്, റബ്ബിന്റെ റിളാ, തൃപ്തി നൽകുകയാണ്. ഞാനും നിങ്ങളും എപ്പോൾ പോകേണ്ടി വരും അറിയില്ല. അതിന് മുമ്പായി നമ്മൾ ചെയ്യാം. എപ്പോഴും ഞാൻ പറയാറുണ്ട് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായ ദുരന്തം നമ്മൾക്ക് വായിച്ചു വരാം. ഒരൊറ്റ വീട്ടിൽ നിന്ന് 8 സഹോദരന്മാർ, 8 ആളുകൾ പോയി.
ആ വീടിന്റെ മുമ്പിൽ 8ഓളം ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു വന്നു. ഇത് ഇന്ന് അവർ യാത്ര പോയി, ഇന്ന് അവർ ബസ് കയറി, ഇന്ന് അവർ ഓട്ടോറിക്ഷയിൽ കയറി. ഞാൻ എത്ര ബൈക്കുകളിൽ കയറുന്നവനാ, ഞാൻ എത്ര കാറിലും ഓട്ടോറിക്ഷയിലും കയറുന്നവനാ, ഞാൻ എത്ര ബസ്സുകളിൽ കയറുന്നവനാ. ചിലപ്പോൾ നാളെ എൻ്റെ അടുക്കിലേക്കായിരിക്കാം ഇത്, നാളെ എൻ്റെ വീട്ടിലായിരിക്കാം ആംബുലൻസ്. ഈ ദുഃഖം തീർന്നില്ല, വിഷമം തീർന്നില്ല. പിറ്റേ ദിവസം തൊട്ടപ്പുറത്ത് പെരിന്തൽമണ്ണക്കടുത്ത് ഞങ്ങൾ അതേ ഭാഗത്ത് തന്നെ 13 ആംബുലൻസുകൾ ഒരു നാട്ടിലേക്ക് ചീറിപ്പാഞ്ഞു വരിക. ആ രംഗം ആർക്കും സഹിക്കാൻ കഴിയാത്തതായിരുന്നു. കാരണം 13 മയ്യത്തുകൾ വരിവരിക്ക് വെച്ചു. ഒരു മഹല്ലിലെ മയ്യത്തുകളാ. എവിടെ 50ഉം 60ഉം 70ഉം കഴിഞ്ഞവരല്ല, 16ലും 17ലും പ്രായത്തിലുള്ള +2 പഠിക്കുന്ന കുട്ടികൾ. തിന്മയിലും അധർമ്മത്തിലും ആ നിലക്കുള്ള ജീവിതവുമായി മുന്നോട്ട് നയിക്കുന്ന യുവാക്കളെ ആലോചിച്ചോളൂ. ഇന്നലെ ബസ് പോയി ഇടിച്ചത് മരത്തിൽ, അവർ കയറിയ ബസ്സാണെങ്കിൽ നാളെ എന്ത് പറയാൻ പറ്റില്ല. അവർ ബസ്സിൽ കയറുമ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അവർ ബസ്സിൽ കയറുമ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, അവരങ്ങനെ ചെറിയ ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ആളുകൾ കരയുന്നു, പലരും പലതും ചിന്തിക്കുന്നു. പിറ്റേ ദിവസം എന്താ ഉണ്ടായത്? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേഗപ്പൂട്ട് സംഘടിപ്പിക്കണം, അല്ലേ? ഇതായിരുന്നു അവർ ചിന്തിച്ചത്. വേറെ ചില ആളുകൾ വേറെ പലതും ചിന്തിച്ചു, പലതും ചിന്തിച്ചു. പിന്നെന്തൊക്കെ ഉണ്ടായി? ബസ് സമരം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബസ് ഓടിക്കൂടാന്ന് ഒരു കൂട്ടര്. ഇതൊക്കെ ഇവിടെ ചിന്തയുടെ മേഖലകൾ പോയത്. വേഗപ്പൂട്ട് ഘടിപ്പിക്കാനും, അങ്ങനെ ലൈസൻസ് കട്ട് ചെയ്യാനും, അതിന്റെ പേരിൽ മറ്റൊരു സമരം നടത്താനും ഇവിടെ മനുഷ്യൻ ചിന്തിക്കാത്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇതാരും ചിന്തിച്ചില്ല. ഇന്നലെ ഇത് അവർക്ക് സംഭവിച്ചെങ്കിൽ നാളെ ഇത് എനിക്ക് സംഭവിച്ചേക്കാം. പുതിയ വിഷയമല്ല, ഞാൻ എല്ലാ ഹുത്തുബിലും പറയുന്നതാണ്. പക്ഷെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ പറയാന്നേ ഉള്ളൂ. ഏത് സ്ഥലത്ത് വെച്ച് മരിക്കും പറയാൻ കഴിയില്ല. ആ ബസ് അങ്ങോട്ട് പോയി മരത്തിലിടിച്ചിട്ട് ബസ്സിന്റെ ഡ്രൈവറുടെ തലച്ചോറ് മരത്തിന്റെ കൊമ്പത്ത് അറിയോ? ഇത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ ആരും നിഗളിക്കരുത്, ആരും വലുപ്പത്തരം കാണിക്കരുത്. സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വർത്തമാനത്തിലോ വേണ്ട അതൊന്നും. അരമണിക്കൂർ എണീറ്റോളി, നമസ്കരിച്ചോളി, പ്രാർത്ഥിച്ചോളി, ഈ പറഞ്ഞ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തോളി. വേറൊന്നുകൊണ്ടും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. മരണാനന്തര ജീവിതം എന്ന ബോധം അത് മാത്രമേ മനുഷ്യന്റെ മുമ്പിൽ ധാർമ്മികമായ ജീവിതത്തിലേക്ക് വഴിതെളിക്കുകയുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്ന മൂസ മുഹമ്മദ് സാഹിബ് ഇന്ന് ഒരു മേജർ ഓപ്പറേഷന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു തആല അദ്ദേഹത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു തആല മനസ്സിന് സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാത്തരം രോഗങ്ങളിലും പെട്ടുപോയിട്ടുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ ഒരുപാട് പാപങ്ങൾ എല്ലാം പുറത്തു മാപ്പാക്കി തന്ന് ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിന്റെ സ്നേഹവും തൃപ്തിയും പ്രീതിയും നേടി മരിക്കാനുള്ള തൗഫീഖ് നീ കഴിഞ്ഞരുളണേ നാഥ. നിന്റെ കഠോരമായ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിച്ച് ഒരു നിമിഷം പോലും അതിലേക്ക് പോകേണ്ട ദുർഗതി വരാതെ നിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഇടം തന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും ഇടം തന്ന് നീ കനിയണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا.